Flipkart ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൈയുടെ 2 സ്മാർട്ട് വാച്ചുകൾ ഡിഫൈ സ്പേസും അതുപോലെ തന്നെ ഡിഫൈ സ്പേസ് പ്രോയും സെയിം റേറ്റ് ആയിരിക്കും പലപ്പോഴും ഓഫർ സമയങ്ങളിൽ. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഡിഫൈ സ്പേസ് പ്രോയുടെ അൺബോക്സിംഗ് ഞാൻ ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1699 രൂപയ്ക്ക് വന്ന ഡിഫൈ സ്പേസിൻ്റെ അൺബോക്സിംഗ് ഞാൻ ഓവിയാണ്. ഇപ്പോൾ പക്ഷേ നമുക്ക് നോർമലി 1299 രൂപയ്ക്കാണ് കാണുന്നത്. ചില സമയങ്ങളിൽ 999 രൂപയ്ക്കും പോകാറുണ്ട്. എന്തായാലും 1500 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു ഡിഫൈ സ്പേസ് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളാണ് ഞാൻ വീഡിയോയിൽ അങ്ങോട്ട് പൂർണ്ണമായും പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫൈ സ്പേസ്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ലിം ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ പോളികാർബണേറ്റ് മെറ്റീരിയൽ ആണെങ്കിൽ പോലും മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. വലതുവശത്ത് ഒരു ബട്ടൺ നമുക്ക് ഇവിടെ ഉണ്ട്. കൂടാതെ പറയിൽ നോക്കുകയാണെങ്കിൽ ഡിഫൈ സ്പേസ് എന്നും അതുപോലെ തന്നെ ഹെൽത്ത് മൗണ്ടിംഗ് സെൻസേഴ്സും ചാർജിംഗ് പോർട്ടോ കാണാം. സ്റ്റാപ്പിലേക്ക് വരുവാണെങ്കിൽ 20mm സ്റ്റാപ്പ് സൈസോട് കൂടിയിട്ടാണ് ഈ വാച്ച് നമുക്ക് ലഭ്യമാകുക. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് ബ്ലൂയിലും അവൈലബിൾ ആണ്. പിന്നെ 20mm ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു കളറിൽ കൂടുതൽ ബോധർ ആവേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് മറ്റുള്ള ഏത് കളർ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ളത് 20mm സ്റ്റാപ്പ് അങ്ങോട്ട് വാങ്ങിച്ചിടാൻ പറ്റുന്നതാണ്. ഉറപ്പായിട്ടും മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് 20mm സ്റ്റാപ്പുകൾ DeepZstore ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. 20 എന്നുള്ളതല്ല, ഏതൊരു സൈസിലുള്ള വാച്ച് സ്റ്റാപ്പുകളും അവിടെ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യും. ഇനി എന്തായാലും നമുക്ക് വാച്ച് ഒന്ന് ഓൺ ആക്കാം. ഓൺ ആക്കുമ്പോൾ തന്നെ കണ്ടോ ഡിഫൈയുടെ ലോഗോ അവിടെ വന്നിട്ടുണ്ട്. നേരെ അങ്ങോട്ട് യൂസർ ഇന്റർഫേസിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു വാച്ച് ഫേസിലേക്കാണ് പോകുന്നത്. എന്തായാലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ഡിഫൈ സ്പേസ് ആപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാവേ. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യണത്. സ്പേസ് ആണോ സ്പേസ് പ്രോ ആണോ? സ്പേസ് ചൂസ് ചെയ്തു. ദേ കണ്ടോ സ്പേസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പേര് കഴിഞ്ഞാൽ കണ്ടോ ബൈൻഡായി, പേർ സക്സസ്. അപ്പോൾ അതേ നമ്മുടെ മൊബൈലിലെ സമയവും അതുപോലെ തന്നെ ഡേറ്റും ഒക്കെ ഇതിലേക്ക് അങ്ങോട്ട് സിങ്ക് ആവും. ബാക്കിയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതാണ് ഈ ഒരു ആപ്പിൽ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് എന്താ പറയുക ഫോർവേഡ് ചെയ്താൽ മതി. നമ്മുടെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.69 ഇഞ്ച് TFT LCD ഡിസ്പ്ലേയോട് കൂടിയിട്ടുണ്ട് വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ 240x280 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത്. എത്ര നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 500 അല്ലെങ്കിൽ അതിന് അകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉറപ്പായിട്ടും ഉണ്ട് ഈ ഒരു ലുക്ക് കണ്ടിട്ട്. എന്തായാലും 500 നിറ്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം സണ്ണി ഡേയ്സിൽ പോലും വിസിബിൾ ആവുന്നതിൽ വേറൊരു സംശയമില്ല കേട്ടോ. പക്ഷേ 500 നിറ്റ്സ് അപ്പോൾ 100%ലൊക്കെ നമ്മൾ ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ഡ്രൈൻ ആകും. അതും വേറൊരു കാര്യമാണ്. ഇനി യൂസർ ഇന്റർഫേസിലേക്ക് വരുവാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഡേറ്റ് ഉണ്ട്, ദിവസമുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ലെവലും ബാറ്ററി പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട്, വെതർ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലാഷ്, ബ്രൈറ്റ്നസ്, ഡു നോട്ട് ഡിസ്റ്റർബ്, ഫൈൻ ഫോൺ, മ്യൂസിക് കൺട്രോൾ, QR, എബൌട്ട്, അതുപോലെ തന്നെ 3 കുത്തെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ മെനുവിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇനി താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ മെനു എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ വലതുനിന്ന് ഇടതോട്ട് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ലീപ്പ് മോണിറ്ററിങ്, കൂടാതെ വെതർ, മ്യൂസിക് കൺട്രോള്, ബ്രെത്ത്, ഇത്രയും കാണാം. ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടതുനിന്ന് വലുതേക്ക് പോവുകയാണെങ്കിലും കണ്ടോ ആദ്യം ബ്രെത്ത് ഒന്നേ ഉള്ളൂ. നമ്മൾ വലുതുനിന്ന് ഇടതോട്ടാക്കുമ്പോൾ ആദ്യം എന്താ പറയുക ആക്ടിവിറ്റി വരുന്നത്, നമ്മൾ ഇടതുനിന്ന് വലുതിലേക്ക് പോകുമ്പോഴത്തേക്ക് ആദ്യം അത് ബ്രെത്ത് വരുന്നു. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലാണ്ട് എല്ലാം സെയിം തന്നെയാണ്. കൂടാതെ ഇനി നമ്മുടെ മെയിൻ മെനുവിലേക്ക് വരുവാണെങ്കിൽ ആദ്യം കാണാൻ സാധിക്കുന്നത് സ്പോർട്സ് ആണ്. ആക്ച്വലി അവരുടെ എന്താ പറയുക പരസ്യങ്ങളിൽ കാണിക്കുന്നത് മൾട്ടി സ്പോർട്സ് മോഡ്സ് എന്നാണ്. സത്യം പറഞ്ഞാൽ എത്ര എണ്ണം ഒന്നും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. 10 എണ്ണം മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു 10 എന്ന് പറയുന്നത് നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാം തന്നെ ഉണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക മറ്റൊരു വാച്ചിലേക്ക് പോകുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. ഇനി വാച്ച് ഫേസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. വാച്ച് ബൂട്ടപ്പായി വന്നപ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു വാച്ച് ഫേസ് ആണ് കണ്ടത്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കണ്ടോ മറ്റുള്ള 4 വാച്ച് ഫേസസ് ഉണ്ട്. അറ്റ് എ ടൈം ഇതിൽ 5 എണ്ണം മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100-ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമ്മുടെ ആ ഒരു ഡിഫൈ സ്പേസ് ആപ്പിലൂടെ ഇതിലേക്ക് കൊണ്ടുവരാം. എന്തായാലും ആ ആപ്പ് പരിചയപ്പെടുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെയുള്ളതെന്ന് പറയുന്നത് മെസ്സേജ് ആണ്, അതുപോലെ തന്നെ ഷട്ടർ ഉണ്ട്, ഫൈൻ ഫോൺ ഉണ്ട്, ബ്രെത്ത്, ഓട്ടോ, സ്റ്റോപ്പ് വാച്ച്, കൗണ്ട് ഡൗൺ. കൂടാതെ സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ആദ്യം ബ്രൈറ്റ്നസ് ആണ്. ഞാനിപ്പോൾ 100% ഇട്ടിരിക്കുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഒരു 20-40% ആണ് എപ്പോഴും നമ്മൾ ഇടുന്നത് നല്ലത്. കൂടാതെ സ്ക്രീൻ സ്ലീപ്പിലേക്ക് വരുവാണെങ്കിൽ അവിടെയും കണ്ടോ 5 to 20% ഉണ്ട്, 20 സെക്കൻഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ പറയാനുള്ളത് 20 സെക്കൻഡ്സ് ഇട്ടിരിക്കുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 5 to 10 സെക്കൻഡ് ആണ് ബെറ്റർ ആയിട്ടുള്ളത്. കൂടാതെ QR കോഡ് ഇവിടെ കാണാം, അതുപോലെ തന്നെ പവർ ഓഫ് റീസെറ്റ് എബൌട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു എന്താ പറയുക UIയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം എപ്പോഴും നമ്മൾ ചെയ്യുന്ന വല്ല ബോർഡിൽ വെച്ചിട്ടൊന്ന് നോക്കട്ടെ, വല്ല വാല്യൂസും കാണിക്കുന്നുണ്ടെന്ന് അറിയണമല്ലോ. ഇതേ കണ്ടോ പ്ലീസ് വെയർ റിസ്റ്റ്ബാൻഡ് കറക്റ്റ്ലി. അതായത് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലേ എന്താ പറയുക വാല്യൂ അത് തെറ്റാണെങ്കിലും ഉള്ളതാണെങ്കിലും അത് കാണിക്കത്തുള്ളൂ. അവിടെ നമ്മൾ കയ്യിൽ ഇങ്ങനെ കെട്ടിയിട്ട് പോലും പ്ലീസ് വെയർ റിസ്റ്റ്ബാൻഡ് കറക്റ്റ്ലി എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വേറൊരു രീതിയിൽ കെട്ടി നോക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, നോക്കിക്കോ എന്താകുമെന്ന്.
ഇത് കണ്ടോ വാല്യൂസ് കാണിച്ചു തുടങ്ങി. അതായത് ഈ ഒരു വാച്ചിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, നമ്മൾ ഇങ്ങനെ അതായത് താഴെ വാച്ച് കെട്ടിയെങ്കിൽ മാത്രമേ വാല്യൂസ് അങ്ങോട്ട് കാണിക്കത്തുള്ളൂ. അതിപ്പോൾ ഈ ഒരു ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ SPO2 നോക്കുവാണെങ്കിൽ പോലും ചെക്ക് ചെയ്യുമ്പോൾ പോലും ഇതുപോലെ നമ്മൾ കയ്യിൽ കെട്ടിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് വാല്യൂസ് കാണിക്കത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സംഭവം കാണുന്നത്. എന്നാലും നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും വാച്ചിൽ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഇതുപോലെയാണോ നിങ്ങൾക്കും, ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ആയിട്ട് അതൊന്ന് രേഖപ്പെടുത്തണേ. കണ്ടോ ഇത് SPO2 98%. എന്തായാലും ഈ ഒരു വാല്യൂസ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ തന്നെ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി എടുക്കുക. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ചിട്ട് മാത്രം നമ്മൾ പക്ക അങ്ങോട്ട് കൺഫേം ചെയ്യണം ഈ ഒരു വാല്യൂസ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ കയ്യിലൊരു വാച്ച് കെട്ടിയിട്ട് വാല്യൂസ് അങ്ങോട്ട് ചെക്ക് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇതുപോലെയാണോ നിങ്ങൾക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്താണോ ഉള്ളത് അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്കും അത് മനസ്സിലാവും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരാകും അത് മനസ്സിലാവുന്നതാണ്. ഇനി നമ്മുടെ ആപ്പ് വെച്ചിട്ട് ഈ ഒരു വാച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ അതേ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കുള്ള ഇന്റർഫേസ് ഇതാണ്. ഇവിടെ നമ്മൾ എല്ലാ ഡേറ്റാസും കാണിക്കുന്നതാണ്. കൂടാതെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇവിടെ കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റെപ്പ് കൗണ്ട് ആണെങ്കിലും കലറീസ് ആണെങ്കിലും ഹാർട്ട് റേറ്റ് ആണെങ്കിലും ബ്ലഡ് ഓക്സിജൻ ആണെങ്കിലും സ്ലീപ്പ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മൂന്നാമത് ആക്ടിവിറ്റി, നമ്മൾ നടക്കാനോ ഓടാനോ ചാടാനോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നതാണ്. നാലാമത് ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ഡിഫൈ സ്പേസ് എന്ന് കാണാം. അതുപോലെ തന്നെ 87% ബാറ്ററി റിമൈനിങ് ആണ്. ആ ഒരു 87%ൽ 10 ദിവസവും 21 മണിക്കൂർ നമുക്ക് കിട്ടുമെന്നാണ് കാണിക്കുന്നത്. കൂടാതെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. പിന്നെ ഉള്ളത് ഫീച്ചേഴ്സിൽ വരുവാണെങ്കിൽ വാച്ച് ഫേസസ്. ഇപ്പോൾ വേണ്ട നമ്മുടെ വാച്ചിലുള്ള ഫേസസ് ആണ് ഇപ്പോൾ കാണുന്നത്, അതായത് 6 എണ്ണം. ഇനി ഇതിന് കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഉണ്ടെന്ന്. ഇതേ ഒരു ക്ലൗഡ് വാച്ച് ഫേസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അങ്ങോട്ട് കാണിക്കും. കാറ്റഗറൈസ് അല്ല, നമ്മൾ ഇഷ്ടമുള്ളത് ഇങ്ങനെ നോക്കി എടുത്തിട്ട് അതങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാച്ചിലോട്ട് വരുന്നതാണ്. കൂടാതെ വേണമെങ്കിൽ നമ്മളുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടമുള്ള ഒരാളുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഈ ഒരു ക്രിയേറ്റ് കസ്റ്റം ഫേസിലേക്ക് വന്നിട്ട് നമുക്ക് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതൊന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്ലോഡ് ഇമേജ് അവിടെ പോയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ലൈവായിട്ട് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ് നമുക്ക് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. കൂടാതെ ആപ്പ് നോട്ടിഫിക്കേഷൻസ്, നമ്മുടെ മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ആപ്പിൽ കാണിക്കണമെങ്കിൽ ഇതേ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ വേണ്ട മെസ്സേജ്, ഇൻകമിംഗ് കോള്, വാട്സപ്പ് ഇത് മൂന്ന് മാത്രമേ ഇനേബിൾ ചെയ്തിട്ടുള്ളൂ. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതർ അങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ അതും ഈ ഒരു വാച്ചിലേക്ക് വരുന്നതാണ്. കൂടാതെ അലാം നമുക്ക് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാം, ഫൈൻ ഡിവൈസ്, ക്യാമറ, അലേർട്സ്. കൂടാതെ സെറ്റിംഗ്സിലേക്ക് വരണമെങ്കിൽ അവിടെ നമ്മുടെ വെയ്ക്ക് ഗസ്റ്റർ വേണോ, അതായത് കയ്യിൽ കെട്ടിയിട്ട് നമ്മളിങ്ങനെ കൈ അനക്കുമ്പോഴത്തേക്ക് ഓൺ ആവുന്നത്. കൂടാതെ 24 hours ടൈം നമുക്ക് ഇവിടെ വന്നിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ വേണമെങ്കിൽ ഓൺ ആക്കാം. വെതർ നമുക്ക് ഏത് മോഡിൽ ഓൺ ആവും അതുണ്ട്. പിന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. കൂടാതെ ഡിസ്കണക്ട് വാച്ച് ഉണ്ട്, അതുപോലെ തന്നെ എബൌട്ട് ഉണ്ട്, പെർമിഷൻസ് ഉണ്ട്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ എന്താ പറയുക, എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഗോൾ സെറ്റപ്പ് ആണ് നമുക്ക് ആകെ ഉള്ളൊരു ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, അല്ലാണ്ട് വേറൊന്നും തന്നെ ഇല്ല. പിന്നെ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് സെറ്റ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഡിഫൈ സ്പേസ് ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലാണ് നമ്മുടെ മൊബൈലിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് വാച്ചിൽ കാണിക്കുന്നത്. ജസ്റ്റ് ആരാണോ വിളിക്കുന്നത് ആ ഒരു പേരും അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ വാച്ച് അങ്ങോട്ട് വൈബ്രേറ്റ് ആവും. ബ്ലൂടൂത്ത് വേർഷൻ 5.0യും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് കെട്ടിക്കൊണ്ട് പോയാലും യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. എന്നാൽ ഈ ഒരു IP60 എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 മീറ്റേഴ്സ് നമുക്ക് ഡെപ്തിൽ കൊണ്ടുപോകാം. കൂടാതെ 30 മിനിറ്റ്സ് നമുക്ക് ആ ഒരു ഡെപ്തിൽ തന്നെ നിൽക്കാം. പക്ഷേ നമ്മളിത് കെട്ടിക്കൊണ്ട് പോയി വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിലും അവർ വാറണ്ടി ക്ലെയിം ചെയ്തിട്ടില്ല. സോ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുക. ഇനി ബാറ്ററി ലൈഫിലേക്ക് വരുവാണെങ്കിൽ 200 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ അപ് ടു 10 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. 2 hours ആണ് 100% ചാർജ് ആകാനായിട്ട്. 5V2A അതായത് 10 watts അഡാപ്റ്റർ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. 5V2A ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഒരു ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ, അതായത് 18 watt ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ അതിനകത്ത് 9V2A ഓർ 5V2A എന്നുണ്ടാവും. പക്ഷേ അത് വെച്ച് ചാർജ് ചെയ്തതിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 10 watts മാക്സിമം ഔട്ട്പുട്ട് 10 watts ഉള്ള ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്കിത് ചാർജ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡിഫൈ സ്പേസിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1299 രൂപയ്ക്ക് നോർമലി ഇപ്പോൾ നമുക്ക് അതിനാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈഡ് ഒരു പ്രോഡക്റ്റ് വേണം, അത്യാവശ്യം നല്ലൊരു എന്താ പറയുക സ്ലിം ഡിസൈൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വേണം. കൂടാതെ UA ഒക്കെ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഒരു ലാഗ് ഫ്രീ UA ആണ് എനിക്കിവിടെ അങ്ങോട്ട് കാണാൻ പറ്റുക. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് 1299, 999
250 രൂപ കിട്ടുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ എന്തായാലും വേറൊരു പ്രശ്നവുമില്ല. എന്നെ സംബന്ധിച്ചോളം ഈ ഒരു വാച്ചിൽ ഞാൻ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ വീണ്ടും പറയാനുള്ളത് 990 കിട്ടുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കും, അല്ലെങ്കിൽ 1290 രൂപയ്ക്കകത്ത്. ഇപ്പോൾ പിന്നെ പൊതുവെ മറ്റുള്ള എല്ലാ വാച്ചുകളും നമുക്ക് 1500 രൂപയ്ക്ക് ബെറ്റർ ആയിട്ടുള്ള ബ്ലൂടൂത്ത് കോളിംഗ് വരെ കിട്ടുന്ന വാച്ചുകളുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് 1699 1099 ഒക്കെ കണ്ടാലും നിങ്ങൾ വാങ്ങിക്കേ വേണ്ട. അതർവൈസ് 999 1199 299 ഈ ഒരു റേറ്റിനകത്ത് ഉറപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാൻ ഡിഫൈയുടെ ഒരു ബ്രാൻഡ് വേണമെങ്കിലും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിഫൈ സ്പേസിനെ കുറിച്ചിട്ട് ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.